അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് സൂപ്പർ എപ്പിസോഡായിരുന്നു കേട്ടോ. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അത് അടിപൊളി എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എപ്പിസോഡായിരുന്നു. സ്റ്റാർട്ടിങ് തൊട്ട് തീരുന്നവരെ എൻഡ് വരെ സൂപ്പർ എപ്പിസോഡായിരുന്നു. ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ സൂപ്പറായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ലാലേട്ടന് ഈ ഒരു ദാദാ സാഹിബ് ഫാൽക്കൺ അവാർഡ് കിട്ടിയല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടൻ വരുന്നിടം തൊട്ട് പുള്ളിയെ ആദരിക്കുന്നതും അതുപോലെ ഏഷ്യാനെറ്റ് ടീമിൻ്റെ അതുപോലെ ബിഗ് ബോസ് ടീമിൻ്റെയൊക്കെ ആദരവൊക്കെ കൊടുക്കുന്നതൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത്. അത് കഴിഞ്ഞ് ബിഗ് ബോസ് വീട്ടിലേക്ക് പോകുന്നു. അവിടെ ബിഗ് ബോസ് പറയുന്നു ലാലേട്ടനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ ഓരോ ആൾക്കാർക്കും അവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് ലാലേട്ടനെ ഭയങ്കര പേടിയായിരുന്നു, വന്ന സമയത്ത് ലാലേട്ടൻ കൈ പിടിച്ച് കയറ്റിയിടം തൊട്ട് എനിക്ക് ആ ഒരു പേടിയൊക്കെ മാറി, അതൊക്കെ ഒരു പ്രീഷ്യസ് മൊമെൻ്റ് ആയിരുന്നു എൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനീഷ് ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്, ഞാനൊരു ഇത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. അപ്പം ആ സ്ക്രിപ്റ്റ് ലാലേട്ടനെ വെച്ചിട്ട് സിനിമ എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അത് ഞാൻ ലാലേട്ടനെ വന്ന് കാണിക്കും, ലാലേട്ടൻ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അത് സ്ക്രിപ്റ്റ് എഴുതി അത് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് കൊണ്ടുപോവാം, നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനുമോള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലാലേട്ടന് സ്വപ്നം കാണാറുണ്ട്, അതുപോലെ സ്വപ്നത്തിൽ കൂടെ ലാലേട്ടനെ ഞാൻ കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വ്യക്തി അനുമോൾ എണീക്കുന്ന സമയത്ത് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാ, നമസ്കാരം ലാലേട്ടാന്ന് പറഞ്ഞ് എണീക്കുന്നത്. അപ്പം ലാലേട്ടൻ ഇങ്ങനെ കുഞ്ഞി നിന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ നമസ്കാരം എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കൊന്ന് അനുമോളെടുത്ത് എന്തോ ലാലേട്ടൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട് അത് കണ്ടപ്പോഴത്തേക്ക്. കാരണം അതൊരു ചെറിയൊരു ആക്കിയതാണോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം അനുമോൾ നമസ്കാരം ലാലേട്ടൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞിട്ടേ അത് ചെറിയൊരു ആക്കൽ പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ എന്തായാലും രസമായിരുന്നു. അതുപോലെ അഭിശ്രീ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു ലാലേട്ടൻ്റെ സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയി VCR ഒക്കെ എടുത്തുകൊണ്ട് വന്ന് TV മേടിക്കുന്ന സമയത്ത് VCR ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഇട്ട് കാണുമായിരുന്നു. കിരീടം എന്ന് പറഞ്ഞ സിനിമയാണ് ഒരുപാട് വട്ടം കണ്ടിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാരും അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നെവിൻ്റെ കേസ് ലാലേട്ടൻ പൊക്കിയിട്ടുണ്ട്. ഉടനെ നെവിന് പണി വരാൻ ചാൻസ് ഉണ്ട്. വേറൊന്നുമല്ല, ലാലേട്ടൻ പറയുന്നുണ്ട് സാധാരണ ബിഗ് ബോസ് സീസൺ 7 ബിഗ് ബോസ് സീസൺ 1 തൊട്ട് 7 വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് 7 വരെ ആയല്ലോ. അപ്പം ഇതുവരെയുള്ള സീസൺ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു 5 കിലോ 10 കിലോ വരെ കുറയുന്നുണ്ട്. പക്ഷെ ഇവിടെ നെവിന് കൂടുതലല്ലാതെ കുറയുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അതിലോട്ട് വരാൻ പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ലാലേട്ടൻ വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉടനെ നെവിനുള്ളൊരു പണി വരുന്നുണ്ട് കേട്ടോ. പണി വരുന്നുണ്ട്. അവർ ചോദിച്ചേ പറ്റൂ. കാരണം അവൻ്റെ കട്ട് തെറ്റി ഇച്ചിരി സത്യം പറഞ്ഞാൽ ഓവറാണ് കേട്ടോ. ഓവർ എന്ന് പറഞ്ഞാൽ ഈ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വരെ ഇവിടെ അങ്ങോട്ട് ബ്രേക്കിന് ലാലേട്ടൻ ഒരു ഷോർട്ട് ബ്രേക്കിന് എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ഇവൻ അടുക്കള ചെന്നിട്ട് തിന്നിട്ടാണ് വരുന്നത്. ചോറും പറയെല്ലാം കൂടെ തട്ടിയടിച്ച് കയറ്റിയിട്ടാണ് വരുന്നത്. ഭയങ്കര മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണത്. ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ. പിന്നെ പാവാട ടീമിന് നല്ല രീതിയിൽ പണിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിക്ഷൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആരും പുറത്ത് പോയിട്ടില്ല. അപ്പം നാളത്തെ എപ്പിസോഡിലാണ് പോകുന്നത്. അപ്പോൾ അഭിലാഷാണ് കൺഫേം ആയിട്ട് പറയുന്നൊരു പേര്. അതിൻ്റെ കൂടുതൽ ജിഷനും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ജിഷൻ എന്തർത്ഥത്തിലാണ് പോകുന്നതെന്ന്, ജിഷൻ എവിക്റ്റായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പറയുന്ന കേൾക്കുന്നുണ്ട് അഭിലാഷും ജിഷനും കൂടെയാണ്, രണ്ടുപേരാണ് എവിക്റ്റായി പോകുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് അൺഫെയർ അല്ല. ജിഷൻ്റെയൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ സാബുമാനും അതുപോലെ മറ്റുള്ള ആൾക്കാരൊക്കെ നിൽക്കും. സാബുമാൻ പിന്നെ നോമിനേഷനിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് ഈ ഒരു ഗെയിം മനസ്സിലാക്കി അറിഞ്ഞ് നോമിനേറ്റ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ളൊരു. കാരണം നല്ലോണം ഗെയിം കളിക്കുന്ന ആൾക്കാർ പുറത്തു പോവുകയും അതുപോലെ അവിടെ ഒരു ഗെയിമും കളിക്കാത്ത ആൾക്കാർ അവിടെ നിൽക്കുകയും ചെയ്യുന്നതിന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ് കേട്ടോ. അവിടെ പോവാനാണെങ്കിൽ സാബുമാൻ ഒന്നും കളിക്കുന്നില്ല. അതുപോലെ വേദലക്ഷ്മിയൊക്കെ അങ്ങ് ഒതുങ്ങി സൈഡായി. പുള്ളിക്കാരിയൊന്നും ഒന്നും കളിക്കുന്നില്ല. വന്ന സമയത്ത് കിടന്ന് ചാടിയതല്ലാതെ പിന്നെ പുള്ളിക്കാരിയൊക്കെ അങ്ങ് ഡൗൺ ആയി. അപ്പോൾ ഈ ജിഷനൊക്കെ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ജിഷന് എവിക്റ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ അഭിശ്രീ എവിക്റ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നത്. എന്തായാലും പോകുന്നതിന് മുമ്പേ അഭിലാഷിനും അതുപോലെ അക്ബറിനും പിന്നെ ഇവരെ ടീമുണ്ടല്ലോ, ഇവരെ ടീം ഒനിയൻ സാബു, ഇവർക്കൊക്കെ നല്ല പണി ഇന്ന് ബിഗ് ബോസും ലാലേട്ടനും കൂടെ കൊടുത്തു കേട്ടോ. ചെറിയൊരു വിഷൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ വിഷലിനകത്ത് ബെന്നിയുണ്ട്. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ
ഒരു കൂടിക്കാഴ്ച ഞങ്ങളിപ്പം കാണിച്ചു തരാം. നിങ്ങൾ അവിടെ എവിടെയും പോരുന്ന കൂടിയിരുന്നുള്ളൊരു സംസാരം ഉണ്ടല്ലോ, ആരെ പറ്റിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനെയും അതുപോലെ ജിസേലിനെയും പറ്റിയിട്ട് ഇവർ പറയുമല്ലോ സാരിത്തുമ്പാണ് ആര്യൻ. ഈ ജിസേലിന് ഡ്രസ്സ് വാഷ് ചെയ്ത് കൊടുക്കുന്നു, അടുക്കള പണി ചെയ്ത് കൊടുക്കുന്നു, പ്ലേറ്റ് കഴുകി കൊടുക്കുന്നു, തിരുമ്മി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അവിടെ ഇവിടെയും ചെന്നിരുന്നിട്ട് ഇവർ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ, അഭിലാഷും അതുപോലെ ഒനിയൻ സാബു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവരൊക്കെ ആര്യനെയും ജിസേലിനെ പറ്റി സംസാരിക്കുന്ന വിഷ്വലി ഇട്ടങ്ങ് കൊടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിനെ പറ്റിയിട്ടായിരിക്കും ഇനി അടുത്ത ആഴ്ച അവിടെ അടി നടക്കുന്നത് കേട്ടോ. ആര്യനും ജിസേലിനും ഇത് കണ്ടപ്പം മുതൽ ഒരു അങ്ങോട്ട് പൊട്ടി. ഇത് എപ്പിസോഡ് കഴിഞ്ഞ ഉടനെ അവർ ചോദിക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ. അതുപോലെ അഭിലാഷും ബെന്നി ഓരോ ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട്. കാരണം ഇവർ ഈ സംസാരിച്ചത് ഈ ആര്യനും ജിസേലിനൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞ് ലാലേട്ടൻ ഓരോ ആൾക്കാരത്തും ചോദിക്കുന്നുണ്ട്. അതിനകത്ത് നെവിൻ അനുമോള കാര്യം വീണ്ടും കൊണ്ടിട്ട് പുതപ്പിൻ്റെ അടിയിൽ ഉള്ള സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് ഓരോ ആൾക്കാർക്ക് തോന്നുന്നൊരു അവരോരോ ചിന്തയിൽ തോന്നുന്നൊരു കാര്യമെന്ന് പറഞ്ഞിട്ട് ആ വിഷയം കൊണ്ടിട്ട് അത് കഴിഞ്ഞ ഉടനെ ഈ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞ് ലാലേട്ടൻ പോയതിന് ശേഷം അഭിലാഷും ഒനിയൻ സാബുവും നെവിൻ്റെ മിക്കിട്ട് കയറുന്നുണ്ട്. നീ മറ്റേ വിഷയം ഇതിനകത്ത് കൊണ്ട് കണക്ട് ചെയ്ത് എന്തിനാന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ മിക്കവാറും അടുത്ത വീക്ക് ഇതിനെ പറ്റിയിട്ടായിരിക്കും ഫുള്ള് അടി. അപ്പം എന്തായാലും ഇത് ഈ വിഷലിട്ട് എല്ലാവരെയും കാണിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കാനുള്ള പരിപാടി ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവർ അതിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആര്യന് നല്ലൊരു ഗെയിമറാണ്, ജിസേലിൻ്റെ സാരത്തുമ്പി നടന്നിട്ട് ആര്യൻ്റെ ഒരു ഗെയിമും കൂടെയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. എല്ലാ വിഷ്വലും ഇവർ ഓരോ ഭാഗത്ത് ചെന്നിരുന്നിട്ട് സംസാരിക്കുന്ന വിഷ്വലെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു പണി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കാർഡ് ഉണ്ടല്ലോ, ഇമ്മ്യൂണിറ്റി കാർഡിൻ്റെ കാര്യത്തിൽ ആ ലാലേട്ടനുണ്ടല്ലോ ഗ്രൂപ്പിസം പൊളിച്ചടിക്കിയിട്ടുണ്ട്. അനീഷും തകർത്ത് കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം ഈ ഇമ്മ്യൂണിറ്റി കാർഡ് ആർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് അഭിപ്രായം പറയാൻ പറഞ്ഞിട്ട് ലാലേട്ടൻ ഒരു ബ്രേക്കിന് പോകുന്നുണ്ട്. അപ്പം ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് അതിനകത്ത് ഷാനവാസ്, അനുമോള്, നെവിൻ, അങ്ങനെ കുറച്ച് പേര്, നെവിനുണ്ട്, ഷാനവാസ് ഉണ്ട്, പിന്നെ നൂറയുണ്ട്, പിന്നെ അനുമോളുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ആദിലേക്കങ്ങ് കൊടുക്കുവാടേ. ആദിലേക്കങ്ങ് ഇട്ടിട്ട് ജിഷൻ ആര്യൻ്റെ പേര് പറഞ്ഞ്, അതുപോലെ അനീഷും ആര്യൻ്റെ പേര് പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരൊക്കെ ആര്യൻ്റെ പേരാണോ ജിഷൻ്റെ പേരാണോ, ഇവരൊക്കെ ഗെയിം മനസ്സിലാക്കിയിട്ട് അവിടത്തുള്ള ഓരോ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പേര് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആദ്യം പറഞ്ഞ പേര് ഈ ഷാനവാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അനുമോൾ ആയിക്കോട്ടെ, ഈ നൂറ ആയിക്കോട്ടെ, ഇവരൊക്കെ ഈ നെവിൻ ആയിക്കോട്ടെ, ഇവരൊക്കെ എന്തെന്നറിയോ, ഒരു ഗ്രൂപ്പിസം വെച്ചിട്ടാണ് അവിടെ ഈ ആദിലെ സെലക്ട് ചെയ്തത്. അപ്പോൾ ലാലേട്ടൻ പോയി വന്നിട്ട് ഇതുപോലെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ആദിലെ സെലക്ട് ചെയ്തു? നിങ്ങൾ തന്നെയാണ് ആദിലെ ഏറ്റവും കൂടുതൽ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പേരിൽ പുള്ളിക്കാരിയെ ജയിലിലേക്ക് വിട്ടത്. അപ്പോൾ അങ്ങനെ ജയിലിലേക്ക് വിട്ട നിങ്ങൾ തന്നെ എന്തിന് ഇപ്പം ഈ ഒരു ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദിലേക്കാന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അനീഷിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അനീഷ് എണ്ണിച്ചെന്ന് പറയുന്നുണ്ട്, ലാലേട്ട ഇത് ഗ്രൂപ്പിസമാണ്, ഇവർ തീരുമാനിച്ചെടുത്തൊരു ഗ്രൂപ്പിസത്തിൻ്റെ പേരിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നുണ്ട്. പൊളിച്ചടുക്കി കൊടുത്തു കേട്ടോ. അപ്പം ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു അനീഷ് ഒറ്റയ്ക്കായിരിക്കും അവിടെ. അനുമോള്, ആദില, നൂറ, ഷാനവാസ് ഇവരെല്ലാം കൂടെ അനീഷിനെതിരെ ഗെയിം കളിക്കാനുള്ള പരിപാടി എല്ലാം മിക്കവാറും ഈ ഒരു ലാലേട്ടൻ്റെ എപ്പിസോഡ് കൊണ്ട് മിക്കവാറും സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള മരുന്നൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ലാലേട്ടനും ബിഗ് ബോസും പോയിരിക്കുന്നത്. കാരണം അനീഷ് അവിടെ എണ്ണിച്ചെന്ന് പറഞ്ഞു ഇത് ഗ്രൂപ്പിസം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ലാലേട്ടൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, ആ കാർഡ് ഞാനങ്ങ് എടുക്കുക, ഞാൻ എടുത്തിട്ട് നമ്മുടെ സ്പൈക്കുട്ടന് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ആ കാർഡ് സ്പൈക്കുട്ടന് വേണ്ടിയിട്ട് ലാലേട്ടൻ കൊടുക്കുന്നതായിട്ട് പറയുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം എനിക്കിഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്ക് ആദിലയുടെ പെർഫോമൻസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ആദില എന്തോന്ന് തേങ്ങയാണ് അവിടെ കൂട്ടിയത്. അനീഷിൻ്റെ പുറമേ നടന്ന് ട്രിഗർ ചെയ്ത് അനീഷിനെ അടിക്കുകയും ഇടിക്കുകയും മോശവാക്കുകൾ സംസാരിക്കുകയും എന്ന് വേണ്ട സ്വന്തം ടീമിലെ ക്യാപ്റ്റൻ പറഞ്ഞിട്ട് പോലും അവിടെ ഒരു ജോലിയും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാത്ത ഈ ആദിലേക്ക് എന്തിനാണ് ഇമ്മ്യൂണിറ്റി കാർഡ് ഇവർ കൊടുത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഷാനവാസും അതുപോലെ ഈ നെവിനും ഇവരൊക്കെ അനുമോൾ ഇവരൊക്കെ ഈ ആദിലേക്ക് ആദിലേക്ക് കൊടുത്ത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
അപ്പം അനീഷ് അവിടെ കറക്റ്റായിട്ടുള്ള കാര്യം അനീഷ് പറഞ്ഞു കേട്ടോ. കാരണം അനീഷിന് അത്രയും പുറവേ നടന്ന് ദ്രോഹിച്ചിട്ട് അതുപോലും മനസ്സിലാക്കാതെ ഈ ഷാനവാസും അനുമോളും ഇവരൊക്കെ എന്തിനാണ് ആദിലയ്ക്ക് കാർഡ് കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആദിലെ സെലക്ട് ചെയ്തതെന്ന്. പിന്നെ ആദിലൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ ലാലേട്ടൻ്റെ അടുത്ത്. ഇത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എന്നെയും നൂറായും ലാലേട്ടൻ പറഞ്ഞതുപോലെ ലാലേട്ടൻ്റെ വീട്ടിൽ വിളിക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വരാമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്. വിളിക്കുമെന്ന് പറഞ്ഞാൽ അത് കാര്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് വരാം, കുഴപ്പമില്ലെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കിടക്കുവാണ് അവരെ കേട്ടോ. അപ്പോൾ അതൊന്നും വിട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാതിപ്പെട്ടിയുടെ കാര്യം നാളത്തെ എപ്പിസോഡിൽ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ വല്ലതൊക്കെ നടക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് അനീഷിനെ വലുതായിട്ട് ഒന്ന് ചോദിച്ചു, എന്നാലും അത്ര ഫയറിംഗ് ആയിട്ട് തോന്നിയില്ല. പുള്ളി ഇന്ന് എനിക്ക് തോന്നുന്നു അവാർഡൊക്കെ കിട്ടി ലാലേട്ടനെയൊക്കെ ആദരിച്ച ദിവസമല്ലേ, അപ്പം ഒരുപാട് അങ്ങോട്ട് ഫയർ ചെയ്യേണ്ടെന്ന് വിചാരിച്ച് കാണും. എന്നാലും അത്യാവശ്യം പറഞ്ഞു, ലാലേട്ടൻ പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല. ഇന്നത്തെ എപ്പിസോഡ് മൊത്തം എൻ്റർടൈനിങ് എപ്പിസോഡായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും